ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ ക്വീൻ ഓഫ് അറബിക് സ്വീറ്റ് എന്നറിയപ്പെടുന്ന കുനാഫയുടെ റെസിപ്പിയുമായിട്ട് തന്നെയാണ്. ഇത് ഒറിജിനൽ പെർഫെക്റ്റ് കുനാഫ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം നമുക്ക് വേണ്ടത് കുനാഫയുടെ ഈ ഒരു ഡോ ആണ്. അപ്പം ഈ ഒരു ബ്രാൻഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അത് എവിടെ നിന്നാണ് വാങ്ങിക്കുക, എവിടെ ഉണ്ടാവുക എന്നുള്ളൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ. അപ്പോൾ അതാ ഇത് 500 ഗ്രാമിൻ്റെ ഡോ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുമ്പ് ഇത് പുറത്ത് വെക്കണം, റൂം ടെമ്പറേച്ചറിലാക്കണം. അതിന് ശേഷമാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇത്രയും ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നൂല് പോലെ വരും. പെട്ടെന്ന് നമുക്ക് ഫ്രീസറിന് എടുത്ത പാടെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നങ്ങോട്ട് ക്രഷ് ചെയ്തെടുക്കുക. അങ്ങനെ പൊടിഞ്ഞ പോലെ കിട്ടണം കേട്ടോ. അപ്പോൾ അതാ ഒരു ബാച്ച് ഇതുപോലെ പൊടിച്ചിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ബാച്ച് ഇതുപോലെ പൊടിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ബാച്ചായിട്ട് വേണം പൊടിക്കാൻ കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടാൽ നമുക്ക് പൊടിഞ്ഞ് കിട്ടില്ല. വല്ലാണ്ട് ഫൈനാക്കി എടുക്കും വേണ്ട കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള നമുക്ക് ഫ്രീസറിൽ തന്നെ നല്ലോണം എയർ ടൈറ്റ് ആയിട്ട് ഒരു കവറിൽ കെട്ടി വെച്ചിട്ട് ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം, പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതായത് ഇത്രയുമാണ് നമ്മളിപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ബട്ടറാണ്. ഇത് അൽമറായ് ബ്രാൻഡിൻ്റെ അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് 200 ഗ്രാമിൻ്റെ ബട്ടറായിരുന്നു, അതിന് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ബാക്കി 150 ഗ്രാം ഉണ്ടാവും. അത്രയൊന്നും വേണ്ട, 100 ഗ്രാമോളം മതി ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു കുനാഫേൻ്റെ ഡോയിലോട്ട്. ബാക്കി ഞാനിപ്പോൾ ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കണം നമുക്ക് ബട്ടർ ചൂടാക്കുമ്പോൾ നോക്കുക, ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. ചെറിയ ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം, എന്നിട്ട് മാറ്റി വെക്കാം കേട്ടോ. ബട്ടർ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുനാഫയുടെ ഈ ഒരു ഡോയിലോട്ട് ഈ ബട്ടർ ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാടാണ്ട് ഒഴിക്കേണ്ട കേട്ടോ. ഇതുപോലെ സ്പൂൺ കൊണ്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ചെറിയ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തോളൂ, അതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ ബട്ടർ ഇതിൽ കട്ട പിടിച്ച് കിടക്കുകയാണെങ്കിൽ നമ്മൾ ഇത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ആ ഭാഗം മാത്രം ഭയങ്കര ഡാർക്ക് കളറാവും. അപ്പോൾ അതുകൊണ്ട് ഇത് മസ്റ്റായിട്ടും ശ്രദ്ധിക്കുക. ഇതുപോലെ ബട്ടർ നന്നായിട്ട് കൈകൊണ്ട് ലൂസാക്കി എടുക്കണം കേട്ടോ. കുറച്ച് സമയം എടുക്കുന്നതാണ്, കുറച്ച് ലൂസാക്കി എടുക്കുക. ഇനി ഈ ഒരു സംഭവം ഓപ്ഷണലാണ്. പക്ഷേ ഇവിടെ UAE-ലൊക്കെ കിട്ടുന്ന നമ്മുടെ കുനാഫയുടെ കളർ എന്ന് പറയുമ്പം ഓറഞ്ച് റെഡ് കളറായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് ഞാനിവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട്. ആ ഓറഞ്ച് റെഡ് കളർ ആ ഒരു പൗഡറാണ്. അത് കുറഞ്ഞ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതും നമ്മളിതുപോലെ കൈകൊണ്ട് നന്നായിട്ട് എല്ലായിടത്തും കമ്പൈൻ ചെയ്ത് കൊടുക്കണം. ഞാൻ പിന്നെ കുറച്ച് മാത്രം കളർ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും ഭയങ്കര റെഡ് കളറിലായിരിക്കും നമ്മുടെ കുനാഫ നമുക്ക് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല കാണാനും നല്ല മൊഞ്ചാട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് കൊടുക്കാം. ഇവിടെ അടിപൊളി കുനാഫ കിട്ടുന്ന ഷോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഫെറാ സ്വീറ്റ്സ് എന്ന് പറയും, അജ്മാലുള്ള. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനിരിക്കുകയാണ്. അപ്പം ദാ ഈ ഒരു സംഭവം കേട്ടോ. ഇതാണ് ഞാൻ അവിടുന്ന് വാങ്ങിച്ചത്. അപ്പം അതിൻ്റെ കളർ കണ്ടോ, അത്രയും ഡാർക്ക് കളറാണ്. അപ്പോൾ അത്രയും കളർ ആഡ് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. പക്ഷേ അത്രയും കളറല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്ര മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത്രയും ആഡ് ചെയ്യുക. പിന്നെ നമ്മുടെ കേക്കിൽ ഒഴിക്കുന്ന കളറൊന്നും ആഡ് ചെയ്യരുത് കേട്ടോ. ഇത് ഓറഞ്ച് റെഡ് ഫുഡ് കളർ ഞാനിപ്പോൾ സൈഡിൽ കാണിച്ചല്ലോ, അതിവിടെ വാങ്ങിക്കാൻ കിട്ടും, UAE-ലും കിട്ടും, നാട്ടിലും കിട്ടും. അത് തന്നെ യൂസ് ചെയ്യട്ടോ. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഒക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു കളറാട്ടോ, പൗഡറാണ് ഞാനിപ്പോൾ ഇതിലോട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൗ ടോപ്പിൽ ചെയ്യാം. ഞാൻ മുമ്പ് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ സൈഡിൽ കൊടുക്കാം. ഈ ഒരു വീഡിയോയിലായിരുന്നു സ്റ്റൗ ടോപ്പിൽ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പം ഇതിനായിട്ട് നമ്മൾ ഇപ്പം ഓവനിൽ വെച്ചിട്ടാണെങ്കിൽ ഇതുപോലൊരു ബേക്കിംഗ് ട്രേ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ എടുക്കുക. ഏറ്റവും ബെസ്റ്റ് അലുമിനിയത്തിൻ്റെ ടിന്നുണ്ടല്ലോ, കേക്കിൻ്റെ ടിന്ന്, അതായിരിക്കും നല്ലത് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ഈ ബട്ടർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പം റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഡോ ഒരു തിൻ ലെയറായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. ഭയങ്കര കട്ടിയിൽ വെക്കരുത്, എന്നാൽ ഭയങ്കര തിന്നാക്കിയിട്ടും വെക്കരുത്. ഒരു മീഡിയം തിക്നെസ്സിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നാലേ നമ്മൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു സെയിം ടെക്സ്ചറിൽ കിട്ടുകയുള്ളൂ. എന്നിട്ട് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാറ്റിൽ വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം ലെവൽ ചെയ്ത് കൊടുക്കണം, എന്നാലേ നമുക്കിത് റെഡിയായി കഴിഞ്ഞിട്ടെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡോ ഇതുപോലെ ഒരു ട്രേയിലോട്ടും പിന്നെ ഇതാ ഒരു ചെറിയൊരു അലുമിനിയത്തിൻ്റെ ടിന്നിലോട്ടും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ആ ടിന്ന് വാങ്ങിച്ചത് ഞാൻ നമ്മുടെ കുനാഫയുടെ ഷോപ്പിൽ പോയിട്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ എടുക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള മൊസറല്ല ചീസാണ്.
അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രോസൺ മൊസറല്ല ചീസ് യൂസ് ചെയ്യുക, ഷ്രെഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചപ്പം ഫ്രഷ് ആണല്ലോ വാങ്ങിച്ചത്, അപ്പം ഞാൻ വാങ്ങിച്ചപ്പം അവരോട് സ്ലൈസ് ചെയ്തത് മതി എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക, സ്ലൈസ് ചെയ്തത് വാങ്ങിക്കുകയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും ഷ്രെഡ് ചെയ്തിട്ട് വാങ്ങിക്കാം കേട്ടോ, അതായത് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രഷ് വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ അത് 2 ട്രേയിലോട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റത്തത് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഇത്രയും ബാക്കിയുണ്ട് കേട്ടോ, ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് ഫ്രഷ് വാങ്ങിച്ചതാണ് കേട്ടോ ചീസ്. ഇതാണ് ഷ്രെഡഡ് മൊസറല്ല ചീസ് ഫ്രോസൺ, ഇതാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം കമ്പാരിസൺ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഷ്രെഡഡ് മൊസറല്ല ചീസ് ഫ്രോസൺ വാങ്ങിക്കുമ്പം കുറച്ച് റേറ്റ് കുറവാണ്, മറ്റേത് കുറച്ച് കൂടുതലാണ്. പക്ഷേ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അത്രയൊന്നും വാങ്ങിക്കേണ്ട, 5 ദിറംസിനൊക്കെ ഫ്രഷ് വാങ്ങിച്ചാൽ മതി കേട്ടോ. മൊസറല്ല ചീസ് വാങ്ങിക്കണമെങ്കിൽ 5 ദിറംസിനൊക്കെ വാങ്ങിച്ചാൽ മതി. ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് കൊടുക്കാം. ഇനി നമുക്കിത് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം കൺവെക്ഷൻ മോഡിൽ താഴത്തെ ലെയറിൽ വെച്ച് കൊടുക്കുക കേട്ടോ. താഴത്തെ കോയിൽ മാത്രം ഹീറ്റ് ചെയ്താൽ മതി, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ 180 ഡിഗ്രിയിൽ ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ, അത് ഡിപ്പെൻസ് ആണ് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണേ, കൂടുതൽ വെക്കേണ്ട. ഇനി നമുക്ക് ഇതിലോട്ടുള്ള സിറപ്പ് റെഡിയാക്കാം. 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കൂടി ഒന്നങ്ങോട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. പിന്നെ നമ്മുടെ ജിലേബി അതിലോട്ടുള്ള സിറപ്പ് റെഡിയാക്കുന്ന പോലെ ഭയങ്കര കട്ടിയിലൊന്നും ആക്കണ്ട, ഇത് രണ്ടും കൂടി നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്നിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് എല്ലാം കൂടി മൊത്തത്തിൽ തിളപ്പിച്ചെടുത്താൽ മതി. അപ്പം ഞാൻ മുമ്പത്തേൽ ഇതിൽ ചെറുനാരങ്ങയുടെ നീരൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു, അതൊന്നും ചേർക്കണ്ട കേട്ടോ, ഇതിൽ കുറച്ച് ഓപ്ഷനിലാണ്, അതൊന്നും ചേർക്കാണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ചെറുനാരങ്ങയുടെ നീര് ഒന്നും ചേർക്കണ്ട. അതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വേണം അതിൽ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോഴേക്കും നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട്, ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് വേറൊരു ട്രേയിലോട്ട് ഇതുപോലെ കൊട്ടി കൊടുക്കണം. അപ്പോൾ മുകളിൽ ചീസല്ലേ ഉണ്ടായിരുന്നത്, മുകളിൽ നമുക്ക് ഈ കുനാഫയുടെ ആ ഒരു ഡോ ആണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് വേറെ തിരിച്ച് കൊട്ടി കൊടുക്കുക. എന്നിട്ടാണ് നമ്മളിതിൻ്റെ മുകളിലോട്ട് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സിറപ്പ് ചെറുതായിട്ടൊന്ന് ചൂടാറണം, പക്ഷേ നമ്മൾ ചൂടുള്ള കുനാഫയുടെ മുകളിലേക്ക് വേണം ചൂടാറിയിട്ടുള്ള സിറപ്പ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുനാഫ നമ്മൾ സിറപ്പൊക്കെ ഒഴിച്ച പാട് അപ്പം തന്നെ കഴിക്കണം, ചൂടോട് കൂടി തന്നെ കഴിക്കണം. ചൂടാറി കഴിഞ്ഞാൽ നമ്മുടെ ചീസൊക്കെ ഭയങ്കരമായിട്ട് കട്ടിയാവും, അപ്പോൾ ആ ഒരു വലിയ ടെക്സ്ചറിൽ കിട്ടൂല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇത് ബേക്ക് ചെയ്യുക, അപ്പം തന്നെ കഴിക്കുക. അത് എടുത്ത് വെക്കുകയാണെങ്കിൽ പറ്റില്ല. അപ്പോൾ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ബേക്ക് ചെയ്ത പാടന്നെ സെർവ് ചെയ്യണം. പിന്നെ മുകളിൽ കുറച്ച് ഞാൻ പിസ്താച്ചോസ് പൗഡറാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയിട്ടുള്ള കുനാഫ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഈസിയാണ്, നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്യുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാൻ നോക്കുക കേട്ടോ. ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീസിൻ്റെ ആ ഒരു വലിയ ടെക്സ്ചറൊന്നും കിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. ഇനി നമുക്ക് കുനാഫ ഇവിടെ UAE എവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് കുനാഫൻ്റെ ഡോ കാണിക്കുന്നതിന് മുമ്പ് ചീസ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഞാൻ ഏത് ചീസാണ് എടുത്തതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് 3 കൗസിൻ്റെ മൊസറല്ല ചീസാണ്, ഫ്രഷ് ചീസാട്ടോ അത്. അപ്പോൾ ഇതിന് 500 ഗ്രാം, അതായത് 1/2 കിലോക്ക് വരുന്നത് 27 ദിറംസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് അത് മൊത്തത്തിൽ എടുക്കണം എന്നില്ല, ഇത് 1 കിലോൻ്റെ പാക്കാട്ടോ. അപ്പോൾ ഇതിന് ചെറിയൊരു പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അവരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഷേപ്പിലാണ് ആക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ചീസ് സ്ലൈസ് ചെയ്ത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വാങ്ങിക്കേണ്ട, അതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് അത് ഷ്രെഡ് ചെയ്തിട്ട് വാങ്ങിക്കേട്ടോ, അങ്ങനെയും ആക്കി തരും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു സ്പേസിലുണ്ടാവും, ചീസൊക്കെ വെച്ച് ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ചീസൊക്കെ കിട്ടുന്ന ആ ഒരു സ്ഥലത്തുണ്ടാവും. അപ്പോൾ ഞാൻ ഇത്രയും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഒരുപാടുണ്ട് കേട്ടോ, ഞാനിതിൽ നിന്ന് ആകെ 2-3 സ്ലൈസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് 18 ദിറംസിനാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് വാങ്ങിക്കുന്നവർ ഒരു 5 ദിറംസിന് മതി എന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ഈ ഒരു 5 ദിറംസിന് മതിയാവും ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുനാഫയുടെ ഡോ, ഞാനിതാ ഈ ഒരു ഡോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഫ്രോസൺ സെക്ഷനിൽ, അതായത് സമൂസൻ്റെ ഷീറ്റ്സ്, സ്പ്രിംഗ് റോൾ ഷീറ്റ്സൊക്കെ വെക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ഫ്രോസൺ കുനാഫ ഡോന്ന് കാണാം. അപ്പോൾ അതാണ് വേണ്ടത്. അതിനൊരു 15 ദിറംസ് അങ്ങനെ എന്തോ ആണ് കേട്ടോ, ആ റേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ സമൂസ ഷീറ്റ്സ് കാണാം. അപ്പോൾ ഇതൊക്കെ വെക്കുന്ന സ്ഥലത്താണ് ഉണ്ടാവുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ്. ഇത് ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ, എല്ലായിടത്തും ഉണ്ടാവും, മിക്ക ഷോപ്പുകളിലും ഉണ്ടാവും, ഹൈപ്പർ മാർക്കറ്റ്സിലുണ്ടാവും. അപ്പോൾ ബട്ടർ ഞാൻ 200 ഗ്രാമിൻ്റെ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞാൻ സോൾട്ടഡ് ബട്ടറാണ് എടുത്തത്, പിന്നെ അത് അവിടെ തന്നെ വെച്ചു. അൺസോൾട്ടഡ് എടുത്തു. സോൾട്ടഡ് ആകുമ്പോൾ ചെറിയൊരു ഉപ്പ് രസം ഉണ്ടാവും, അപ്പോൾ എല്ലാത്തിലേക്കും അത് മാച്ച് ആവില്ല. അപ്പോൾ ഞാൻ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കുനാഫയിലോട്ട് അത്യാവശ്യം വേണ്ട ചേരുവകൾ.
പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കുനാഫയുടെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഷെയർ ചെയ്ത സമയത്ത് നമ്മൾ മലയാളികളിൽ ആരും തന്നെ ഈ കുനാഫയുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയതായിരുന്നു. അന്ന് ഞാൻ ഇവിടുന്ന് UAE നിന്ന് കഴിച്ചപ്പോൾ എനിക്കത് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഉണ്ടാക്കിയതാണിത്. 2018, അതായത് 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മുടെ വ്യൂവേഴ്സിനും ഒരുപാട് പേർക്ക് ആ ഒരു സംഭവം എന്താണെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അത് എവിടെ കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി കണ്ടുപിടിച്ചിട്ട് ഈ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു 2 വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പാണത്. പിന്നെ വീട്ടിൽ വെച്ചിട്ട്, അതായത് ഓവൺ ഇല്ലാണ്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണത് കേട്ടോ. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ കുനാഫ റോൾസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത്. അങ്ങനെ ഒരുപാട് കുനാഫ വെച്ചിട്ടുള്ള പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ കുനാഫ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ പിൻ കമൻറ്റിൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേറൊരു സംഭവം കൂടിയുണ്ട്. നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണ്ടേ? അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിൽ നിന്ന് 3 പേരെയാണ് നമ്മൾ വിന്നറായിട്ട് ചൂസ് ചെയ്യുന്നത്. 3 പേർക്ക് ഡയമണ്ട് റിങ്സ് ആണ് കൊടുക്കുന്നത്. ഈ ഡയമണ്ട് റിങ്സ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യണം. 8000-ൽ കൂടുതൽ ആൾക്കാരാണ് ഈ ഒരു ഗിവ് അവേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്തതിന് ശേഷം ഐഷസ് കിച്ചൻ ചാനൽ സബ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അത് ഓൾറെഡി കുറേ പേര് ചെയ്തിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദി. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഒരു വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവരല്ലേ നമുക്ക് ഗിഫ്റ്റ്സ് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു താങ്ക്സ് എന്ന രീതിയിൽ ഒരു സബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അയച്ചിട്ടുള്ളവർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം കമൻസിൽ ഈ പറഞ്ഞിട്ടുള്ളത് ടിക്ക് വന്നിട്ടില്ല എന്ന്, 2 ടിക്ക് വന്നിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ഇത്രയും പേര് ഒരു വാട്സപ്പ് നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് അയക്കുമ്പം എല്ലാവരുടെയും കൂടെ നോക്കുന്നത് പ്രായോഗികമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കമൻറ്റ് പിക്കർ വെച്ചിട്ട് കമൻസിൽ നിന്നാണ് നമ്മൾ വിന്നേഴ്സിനെ ചൂസ് ചെയ്തിട്ടുള്ളത്. ആ വിന്നേഴ്സ് ഈ ചാനൽ സബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും, അത്രേ നോക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ വിൻ ചെയ്തവർ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തില്ലേ, അതിൻ്റെ സ്ക്രീൻഷോട്ട്, അതായത് ആ ഒരു ഡേറ്റും സമയമൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്, അന്ന് തന്നെയാണോ നിങ്ങൾ അയച്ചതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്, പുതുതായിട്ട് സബ് ചെയ്ത് എല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് എനിക്ക് അയച്ചു തരാം കേട്ടോ. ഞാൻ താഴെ എൻ്റെ നമ്പർ കൊടുക്കാം. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് ഗിവ് അവേസ് വരുന്നുണ്ട്. അപ്പം ആരും വിഷമിക്കേണ്ട. അപ്പോൾ നമുക്ക് വിന്നേഴ്സ് ആരാന്ന് നോക്കാം കേട്ടോ. അപ്പോൾ പണ്ടത്തെ പോലെ എനിക്ക് കമൻറ്റ് പിക്കറിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന വീഡിയോ ഒന്നും എനിക്കിതിൽ ഇടാൻ പറ്റുന്നില്ല. ഇപ്പം കോപ്പിറൈറ്റിൻ്റെ സ്ട്രൈക്കൊക്കെ വരുന്നുണ്ട്, അതിലും ആഡ് ഉള്ളതുകൊണ്ട്. അപ്പം ഇവരാണ് വിന്നേഴ്സ്. ഫസ്റ്റത്തെ വിന്നർ അഹമ്മദ്, രണ്ടാമത്തെ വിന്നർ നുഹ മറിയം, മൂന്നാമത്തെ വിന്നർ ഇതാണ് രുചി. അപ്പോൾ ഇവർ എന്നെ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ എൻ്റെ നമ്പർ പിന്നീട് കമൻറ്റായിട്ട് കൊടുക്കാം. 8000-ൽ കൂടുതൽ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഈ ഒരു ഗിവ് അവേയിൽ വിൻ ചെയ്ത 3 ഭാഗ്യശാലികളാണ് ഇവർ. അപ്പോൾ മാഷാ അല്ലാ, എന്തായാലും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.